നിങ്ങളുടെ കുഞ്ഞിന് ഇടയ്ക്കിടെ പനിയും ജലദോഷവും വന്ന് ആശുപത്രിയിൽ പോകേണ്ടി വരുന്നുണ്ടോ? ഇമ്മ്യൂണിറ്റി കൂടാൻ മരുന്നുകൾക്ക് പുറകെ പോകുന്നവരാണോ നിങ്ങൾ? എങ്കിൽ നിർത്തൂ. ഒരു നേഴ്സ് എന്ന നിലയിൽ എൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് പറയട്ടെ, ഈ 5 കാര്യങ്ങൾ മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. കുഞ്ഞിൻ്റെ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാൻ മറ്റൊരു മരുന്നും വേണ്ട. അത് എന്തൊക്കെയാണെന്ന് ഈ വീഡിയോയിൽ നമുക്ക് വിശദമായി ഡിസ്കസ് ചെയ്യാം. ഹലോ, നമസ്കാരം. പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് എന്ന് പറയുന്നത് കുഞ്ഞിൻ്റെ പ്രതിരോധശേഷിയെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കുഞ്ഞിൻ്റെ തൂക്കം വർദ്ധിപ്പിക്കുന്നതിനെക്കുറിച്ച് സംസാരിച്ചു. എന്നാൽ കുഞ്ഞിന് നല്ല തടിയുണ്ടായിട്ട് മാത്രം കാര്യമുണ്ടോ? ഇല്ല. കുഞ്ഞിന് കൂടെ പനിയും ജലദോഷവും വരുന്നത് നമ്മളെ വല്ലാതെ വിഷമിപ്പിക്കും. എൻ്റെ കുഞ്ഞിന് മാത്രം എന്താ ഇങ്ങനെ അസുഖം വരുന്നത് എന്ന് പല അമ്മമാരും ചോദിക്കാറുണ്ട്. കുഞ്ഞിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ രോഗങ്ങളെ തടയാനുള്ള ശക്തി അഥവാ ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? ഒരു നേഴ്സ് എന്ന നിലയിൽ ഞാൻ എന്നും കാണുന്ന 5 പ്രധാന കാര്യങ്ങൾ ഇന്ന് വളരെ വിശദമായി നിങ്ങൾക്ക് പറഞ്ഞു തരാം. വീഡിയോ മുഴുവനായി കാണുവാൻ ശ്രമിക്കുക. മുലപ്പാലിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ് ആദ്യമായി സംസാരിക്കുന്നത്. ഇത് വെറുമൊരു ഭക്ഷണമല്ല, കുഞ്ഞിനുള്ള ആദ്യത്തെ വാക്സിനാണ്. ഇതിൽ അടങ്ങിയിരിക്കുന്ന കൊളസ്ട്രോൾ കുഞ്ഞിൻ്റെ കുടലിൽ ഒരു സുരക്ഷാ കവചമായി മാറുന്നു. 6 മാസം വരെ മുലപ്പാൽ മാത്രം നൽകുന്നത് കുഞ്ഞിൻ്റെ ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾക്കും അലർജികളും കുറയ്ക്കാൻ സഹായിക്കും. 1 വയസ്സ് കഴിഞ്ഞും മുലപ്പാൽ നൽകുന്നത് കുഞ്ഞിൻ്റെ പ്രതിരോധശേഷി നിലനിർത്താൻ സഹായിക്കും എന്ന് ഓരോ അമ്മമാരും തിരിച്ചറിയണം. രണ്ടാമതായി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പോഷകാഹാരങ്ങളും വിറ്റമിൻ സിയും ആണ്. 6 മാസത്തിന് ശേഷം കുഞ്ഞിന് നൽകുന്ന ഭക്ഷണത്തിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. വിറ്റമിൻ സി അടങ്ങിയ പഴങ്ങൾ, നെല്ലിക്ക, ഓറഞ്ച്, പപ്പായ എന്നിവ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം. ഇത് വെളുത്ത രക്താണുക്കളുടെ പ്രവർത്തനം മെച്ചപ്പെടുത്തും. അതുപോലെ തന്നെ സിങ്ക് അടങ്ങിയ പരിപ്പ് വർഗ്ഗങ്ങളും മാംസാഹാരങ്ങളും മുട്ടയുടെ മഞ്ഞ പോലുള്ളവ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാൻ ആവശ്യമാണ്. ഓരോ ഭക്ഷണവും നൽകുമ്പോൾ അതിലെ പോഷക ഗുണങ്ങളെക്കുറിച്ച് നമ്മൾ ബോധവാന്മാരായിരിക്കണം. അടുത്തതായി വാക്സിനേഷനും രോഗപ്രതിരോധ ശേഷിയെക്കുറിച്ചുമാണ് സംസാരിക്കുന്നത്. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടം. കുഞ്ഞുങ്ങളുടെ ഇമ്മ്യൂണിറ്റി കാർഡിലെ ഓരോ വാക്സിനേഷനും അതിൻ്റെ കൃത്യസമയത്ത് തന്നെ നൽകണം. ചിലർ ചെറിയ പനി ഉള്ളപ്പോൾ വാക്സിൻ മാറ്റിവെക്കും. എന്നാൽ അത് അത്ര നല്ലതല്ല. ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം വാക്സിനുകൾ കൃത്യമായി നൽകുന്നത് വഴി പോളിയോ, ഹെപ്പറ്റൈറ്റിസ് പോലുള്ള മാരക രോഗങ്ങളിൽ നിന്ന് കുഞ്ഞിനെ രക്ഷിക്കാൻ സഹായിക്കും. വാക്സിൻ എടുക്കുന്നത് വഴി കുഞ്ഞിൻ്റെ ശരീരം ആൻറ്റിബോഡികൾ സ്വയം നിർമ്മിക്കാൻ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഉറക്കവും ശുചിത്വവും. അവസാനമായി കുഞ്ഞിൻ്റെ ഉറക്കവും വൃത്തിയുമാണ് നമ്മൾ സംസാരിക്കുന്നത്. ഒരു കുഞ്ഞ് നന്നായി ഉറങ്ങിയാൽ മാത്രമേ അവരുടെ ശരീരം രോഗങ്ങളോട് പോരാടാൻ സജ്ജമാകൂ. ദിവസവും 12 മുതൽ 14 മണിക്കൂർ ഉറക്കം കുഞ്ഞുങ്ങൾക്ക് അത്യാവശ്യമാണ്. അതുപോലെ കുഞ്ഞിനെ എടുക്കുന്നതിന് മുമ്പ് കൈകൾ വൃത്തിയായി കഴുകുക, കുഞ്ഞിൻ്റെ കളിപ്പാട്ടങ്ങൾ വൃത്തിയായി സൂക്ഷിക്കുക തുടങ്ങിയ ചെറിയ കാര്യങ്ങൾ വലിയ അസുഖങ്ങളെ തടയും. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇതുവരെ തന്ന എല്ലാ സപ്പോർട്ടിനും നന്ദി. പഴയ വീഡിയോസും കണ്ട് സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റുകളായി ചോദിക്കാം. നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ഇത്രയും മുന്നോട്ട് പോകാൻ സാധിച്ചത്. അപ്പോൾ അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ. താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ.